91ാമത് വർക്കല ശിവഗിരി തീർത്ഥാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തീർത്ഥാടന മഹാസമ്മേളനം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 1-നാണ് ശിവഗിരി തീർത്ഥാടനം സമാപിക്കുക. ക്ഷേത്രങ്ങളിൽ കീഴ്ജാതിക്കാരെ പൂജാരിമാരായി നിയമിച്ചത് വിപ്ലവമാണെന്ന് ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ശ്രീനാരായണ ഗുരുവിനോട് പ്രത്യേക ആഭിമുഖ്യം പുലർത്തി. കേരളത്തിന്റെ ഗുരുവായി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുവെന്നും സച്ചിദാനന്ദ പറഞ്ഞു. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ശ്രീനാരായണ ഗുരുദേവനോട് വളരെ ആഭിമുഖ്യം പുലർത്തി കേരളത്തിന്റെ ഗുരുവായി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി ഈഴവരാതി പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും പ്രവേശനം നൽകുവാൻ ഈ ഗവൺമെന്റ് വളരെ ശ്രദ്ധിച്ചു, മാർഗനിർദ്ദേശം നൽകി. അത് പ്രകാരം നിരവധി അധസ്ഥിത ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജാരിമാരായിട്ടുണ്ട്. അതൊരു രണ്ടാം വിപ്ലവമാണ് എന്നുകൂടി പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. യേശു ജനിച്ച മണ്ണിൽ സമാധാനം മുങ്ങി മരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യേശുവിന്റെ ജന്മനാടായ ബത്ലഹേമിൽ ക്രിസ്മസ് ഉണ്ടായിരുന്നില്ല. ഉണ്ണിയേശു കിടക്കേണ്ടയിടത്ത് കുഞ്ഞുങ്ങളുടെ മൃതദേഹമാണ് കണ്ടത്. ഒരു ജനതയെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. ഗുരു സന്ദേശത്തിന്റെ വെളിച്ചം അവിടെ എത്തിയിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. യേശുക്രിസ്തുവിന്റെ ജന്മനാടായ ബത്ലഹേമിൽ ഇക്കുറി ക്രിസ്തുമസ് ആഘോഷങ്ങളുണ്ടായില്ല. നക്ഷത്രങ്ങളോ അലങ്കാര വിളക്കുകളോ കണ്ടില്ല. പുൽക്കൂട് വേണ്ടിടത്ത് തകർന്നടിഞ്ഞ വീടുകൾ, ഉണ്ണിയേശു കിടക്കേണ്ടിടത്ത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോര പുരണ്ട മൃതദേഹങ്ങൾ. അവർ എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കും? പാലസ്തീൻ എന്ന് കേൾക്കുന്ന നിമിഷം മുസ്ലിം വിശ്വാസികളുടെ ചിത്രം മാത്രമാണ് പലരുടെയും മനസ്സിൽ തെളിയുക. എന്നാൽ ആ പാലസ്തീനിൽ, ഗാസയിൽ ക്രൈസ്തവരുമുണ്ട്, പള്ളികളുമുണ്ട്. ഗുരു സന്ദേശത്തിന്റെ തെളിച്ചം ആ മണ്ണിൽ, ആ മനസ്സുകളിൽ എത്തിയിരുന്നുവെങ്കിൽ അവിടെ ഈ വിധം ചോരപ്പുഴ ഒഴുകുമായിരുന്നില്ല. സേഫ് സൈലബിന് വിവരങ്ങൾ നൽകും. സൈഫ, ശിവഗിരി തീർത്ഥാടനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഫലസ്തീൻ സംഘർഷമടക്കം ഉന്നയിച്ചായിരുന്നു അല്ലേ മുഖ്യമന്ത്രിയുടെ പ്രസംഗം? 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിനാണ് ഇന്നിപ്പോൾ തുടക്കമായിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തീർത്ഥാടന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. ഇസ്രയേൽ പലസ്തീനിൽ നടത്തുന്ന യുദ്ധത്തെക്കുറിച്ചും ഗുരു സന്ദേശത്തെക്കുറിച്ചും കണക്ട് ചെയ്തായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഉണ്ടായിരുന്നത്. യേശുവിന്റെ ജന്മനാടായ ബത്ലഹേമിൽ ക്രിസ്മസ് ഉണ്ടായിരുന്നില്ല. യേശു കിടക്കേണ്ടയിടത്ത്, ഉണ്ണിയേശു കിടക്കേണ്ടയിടത്ത് കുഞ്ഞുങ്ങളുടെ മൃതദേഹമാണ് കണ്ടത്. മനുഷ്യത്വത്തിനെതിരായ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ പിടഞ്ഞു വീണ് മരിക്കുന്നു. യേശു ജനിച്ച മണ്ണിൽ സമാധാനം മുങ്ങി മരിക്കുകയാണ്. ആഘോഷമില്ലാത്ത ക്രിസ്മസ് ഇതാദ്യമായിരിക്കാം തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. ഒരു സന്ദേശത്തിന്റെ വെളിച്ചം ഗസയിൽ അവിടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോരപ്പുഴ ഒഴുകുമായിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി ഗുരു സന്ദേശവുമായി ബന്ധപ്പെട്ട് ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. ഇന്ന് തുടങ്ങിയ തീർത്ഥാടന മഹാസമ്മേളനം 3 ദിവസം നീണ്ടു നിൽക്കും. 1-ാം തീയതിയാണ് തീർത്ഥാടനം അവസാനിക്കുന്നത്. നാളെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ശിവഗിരിയിൽ എത്തുന്നുണ്ട്. അവിടെ മഹാസമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത് അവർ സംസാരിക്കും.